ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കാസറോളൊക്കെ നമ്മൾ അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ചപ്പാത്തി നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി അടച്ച് വെച്ചാൽ പോലും നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടു വെക്കാൻ നേരം അത് തുറക്കുമ്പോഴത്തേനും ഒരു സ്മെല്ല് കാണും. ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ കാസറോളിനകത്ത് കുറച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കാണത്തില്ല തുറക്കുമ്പോൾ കേട്ടോ. ചിലർക്കൊന്നും ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പം പല സൈസ് കാസറോൾ ഉണ്ടല്ലോ, അപ്പം ചിലതിലൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതേപോലെ തുറക്കുമ്പോൾ. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ശർക്കരയൊക്കെ മേടിച്ച് പാത്രത്തിലോട്ടാക്കിയൊക്കെ വെക്കുമല്ലോ, കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോഴത്തേനും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എൻ്റെ പുറം ഭാഗമൊക്കെ ഒരുമാതിരി പൂപ്പലടിച്ച കണക്ക് ചീത്തയായി പോകാറുണ്ട്. പിന്നെ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്താൽ പോലും ഒരു പുളിപ്പായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് കൂടി ഒന്ന് ഇട്ടിട്ട് നമ്മൾ ടിന്നിനകത്തോട്ടൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ശർക്കരയൊന്നും കേടുകൂടാതെ കുറച്ച് നാളുകൂടെ അധികം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മാറ്റിയിട്ട് പാത്രത്തിനകത്തോട്ടാക്കി വെക്കുക, ഉപ്പ് കുടഞ്ഞിട്ട്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ അരിയാൻ നേരം ഭയങ്കരമായിട്ട് കണ്ണ് എരിയും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലായിരിക്കണമെങ്കിൽ ഇതേപോലെ ഒലിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു കണ്ണ് എരിയത്തില്ല കേട്ടോ. അതല്ല എങ്കിൽ ഇതേപോലൊരു പാത്രത്തിനകത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ആവശ്യത്തിന് എത്രമാത്രം നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണെരിയാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും, പ്രത്യേകിച്ച് എപ്പോഴും സാധനങ്ങൾ നമ്മൾ നിറച്ച് വയ്ക്കുന്നതല്ല. അപ്പോൾ അതിനകത്ത് ആ സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും പുറത്ത് സൂക്ഷിച്ചാലും ആ കൂർത്ത ഭാഗം നമുക്ക് താഴത്ത് വരുന്ന രീതിയിൽ കണ്ടോ ഇതേപോലെ വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അധികം ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് മുട്ടയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതേപോലെ കണ്ടോ കൂർത്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ നമ്മൾ ട്രേയിൽ വെച്ച് കൊടുക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ലൈറ്റർ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ളതാണ് ഈ ലൈറ്റർ. പ്രത്യേകിച്ച് അതിനകത്ത് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് കയറിയിട്ട് ലൈറ്റർ ചീത്തയായെന്നും പറഞ്ഞ് നമ്മൾ മാറ്റിയിടും. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ടൂപ്പിക്കോ വെച്ചിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ട് അതേപോലെ ബഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ബഡ്സ് ഇല്ലാത്തവർ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചെറുതായിട്ട് ആക്കിയിട്ട് ഇതേപോലെ ആക്കി എടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കും വേസ്റ്റും എല്ലാം പോയിട്ട് നനയ്ക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ നനച്ച് കഴിഞ്ഞാൽ ലൈറ്റർ നമുക്ക് കുറേ നേരത്തേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഴുക്കൊക്കെ പോകുന്നതിന് ഇതേപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയ പീസ് അതിനകത്തോട്ട് ഇട്ടിട്ട് ക്യൂബിക്കോ ചെറിയ കമ്പ് വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഉണങ്ങി പിടിച്ചിരിക്കുന്ന എല്ലാം പോയിട്ട് നമുക്ക് ലൈറ്റർ നല്ല രീതിയിൽ കത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ അതിൻ്റെ പുറം ഭാഗമൊക്കെ നനഞ്ഞിട്ട് തുരുമ്പിക്കും, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് ഉപ്പ് കൂടി എടുക്കുക. ഒരു സ്പൂൺ, കുറച്ച് മതി, ഒരു സ്പൂണും വേണ്ട ആവശ്യമില്ല. ഒരു സ്വല്പം ഉപ്പ് പൊടി എടുത്തതിന് ശേഷം ഒരു സ്വല്പം വിനാഗിരിയും കൂടെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ അതിനകത്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അഴുക്ക് മുകളിലത്തെ തുരുമ്പ് ഒക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടും. ഇതിനകത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഉണ്ടോ. എന്നിട്ട് അത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. ആ തുരുമ്പെല്ലാം നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോട്ട് പിടിച്ച് കിട്ടും.
അപ്പോൾ ലേറ്റർ നമുക്ക് അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുരുമ്പ് കറയൊക്കെ പോകണ്ടോ, പെട്ടെന്ന് തന്നെ ആ തുരുമ്പിൻ്റെയൊക്കെ കറ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് തുടച്ചതിന് ശേഷം നമുക്ക് ഒരു നല്ല ടിഷ്യൂ പേപ്പർ ഇട്ട് തുടയ്ക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, വലിയ ജീരകം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ജീരകം വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്ന ടിപ്പ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുംജീരകം ഞാൻ നല്ല രീതിയിൽ വറുത്ത് മൂപ്പിച്ച് എടുത്തതാണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അറിയാമല്ലോ, ഭയങ്കര ഒരു സ്മെല്ലാണിത്, നല്ല വറുത്ത് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേന്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ പൊടിഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. അപ്പം ആണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ഒരു അത് നമുക്കെടുത്ത് ഒരു ബൗളിനകത്തോട്ട് തട്ടിയിടാം. അപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനി നമ്മൾ ഇത് വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കുന്നില്ല, തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എസൻസ്, ഇപ്പം വെള്ളം വേണ്ട ഒരുപാട് ഇതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ല തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുമ്പം പെട്ടെന്ന് കളർ ഇറങ്ങത്തില്ല. നമ്മൾ കുറച്ച് നേരം തണുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങിക്കിട്ടും. അപ്പോഴാണ് നല്ലൊരു മണം കേട്ടോ. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് പൊടിയാണ്, ഒരു സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രമാത്രം നമുക്ക് വേണോ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഇപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് നല്ല തണുത്ത് വന്നതിന് ശേഷം കണ്ടോ, ആ ഒരു ജീരകത്തിൻ്റെ എസൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഈ ഒരു സ്മെല്ല് നമ്മുടെ പല്ലി, പാറ്റ ഇതിനൊന്നും ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ മുറ്റത്ത് ഇഴജന്തുക്കൾ, എലി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തൊന്നും ഒരു ശല്യവും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കെമിക്കലും കാര്യങ്ങളും ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്യാനും അതുപോലെ എപ്പം വേണേലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുപ്പിക്കകത്താക്കി 2-3 ദിവസമൊക്കെ നമുക്ക് വെക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ സിങ്കിൻ്റെ സീവയിൽ, വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് അതിനകത്തുനിന്ന് വരുന്ന ഒരു ചെറിയ പാറുകാലി, പഴുതാര എന്നൊക്കെ പറയും. അപ്പോൾ അത് ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ഇതൊന്നും വരത്തില്ല കേട്ടോ, ഈ ഒരു സ്മെല്ല്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് കിച്ചണിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ മുറ്റത്ത് നമുക്ക് ഇഴജന്തുക്കളുടെ ശല്യവും എലിയുടെ ശല്യവും ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കണ്ടോ, നമുക്ക് ഒന്നിനെയും ഒച്ചയൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകും കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.